ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രോബ്ലം ഇന്നലെ പഠിപ്പിച്ച പ്രോബ്ലമായിട്ട് വളരെയധികം സിമിലറാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസം മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കൊണ്ട് 4 പ്രോബ്ലം പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഇത് ഏത് ടൈപ്പ് ഫോളോവർ ആണ്? സോ ഇവിടെ ഇതൊരു നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. പിന്നെ അടുത്തത് അതിൻ്റെ ഔട്ട് സ്ട്രോക്ക്, ഡ്വെല്ല്, റിട്ടേൺ സ്ട്രോക്ക്, ഡ്വെല്ല് എന്നീ കാര്യങ്ങൾ. പിന്നെ ഫോളോവറിൻ്റെ സ്ട്രോക്ക് എത്രയാണ്, അത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ ആവശ്യം വരും. മിനിമം റേഡിയസ് ഓഫ് ക്യാം, അത് നമുക്ക് ബേസ് സർക്കിൾ വരയ്ക്കാൻ ആവശ്യം വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫോളോവർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. The follower moves with uniform velocity during both outstroke and return stroke. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ ഫുൾ പ്രോബ്ലം തെറ്റിപ്പോകും. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, നമുക്ക് ആ ഒരു അറിയാമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കാരണം ചാടിക്കയറി നല്ല വൃത്തിയായിട്ടായിരിക്കും വരയ്ക്കുക, പക്ഷേ ആ ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പേ തെറ്റിപ്പോകും. പറഞ്ഞ മോഷനിലായിരിക്കത്തില്ല ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. പിന്നെ എന്നാ വരച്ചാലും 0 മാർക്കേ കിട്ടത്തുള്ളൂ. സോ ഈ പ്രോബ്ലത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോളോവർ മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ് എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ പഠിച്ച പ്രോബ്ലത്തിൽ ഫോളോവർ മൂവ് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിലായിരുന്നു. ഇന്നത്തെ പ്രോബ്ലത്തിൽ ഫോളോവർ മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ്. ഇത് മാത്രമാണ് ഈ പ്രോബ്ലത്തിലുള്ള വ്യത്യാസം. ബാക്കി എല്ലാം സെയിം ആണ്. നോക്കിയേ, 2 സബ് പ്രോബ്ലം ഉണ്ട്. ഒന്ന്, ആക്സിസ് ഓഫ് ദ ഫോളോവർ പാസസ് ത്രൂ ദ ആക്സിസ് ഓഫ് ദ ക്യാം ഷാഫ്റ്റ്. അടുത്തത് ഓഫ്സെറ്റ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 2 സബ് പ്രോബ്ലം ഒരിക്കലും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കില്ല. ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമേ ചോദിക്കത്തുള്ളൂ. ചിലപ്പോൾ റേഡിയൽ ആവാം, ചിലപ്പോൾ ഓഫ്സെറ്റ് ആവാം. പക്ഷേ നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിന് ഒരൊറ്റ ക്വസ്റ്റിനും തന്നെ നിങ്ങൾക്ക് 2 പ്രോബ്ലം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതൽ സമയം നമുക്കെടുക്കും. ഇതാകുമ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് 2 പ്രോബ്ലവും കവർ ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഏക പ്രത്യേകത എന്ന് പറയുന്നത്, ഫോളോവർ മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്നും പറയും കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ഡിറ്റോ സെയിം. അപ്പോൾ ഈ യൂണിഫോം വെലോസിറ്റി വരുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എവിടെയാണ് വ്യത്യാസം വരുന്നത് എന്ന കാര്യം മാത്രം ഓർത്തിരിക്കുക. ബാക്കി എല്ലാം സെയിം ആണ്. ബാക്കി എല്ലാം നിങ്ങൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. ആകെ ഡയമെൻഷൻസിൽ വ്യത്യാസം വന്നെങ്കിലേ ഉള്ളൂ. പ്രൊസീജിയർ എല്ലാം സെയിം. ഏക വ്യത്യാസം ഫോളോവർ മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ് എന്ന് മാത്രം. യൂണിഫോം വെലോസിറ്റിയിൽ ഫോളോവർ മൂവ് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നതിൽ മാത്രമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നതിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. അത് എളുപ്പവുമാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 60 ഡിഗ്രി ഔട്ട് സ്ട്രോക്ക്, പിന്നീട് 30 ഡിഗ്രി ഡ്വെല്ല്, പിന്നീട് 60 ഡിഗ്രി റിട്ടേൺ സ്ട്രോക്ക്, റിമൈനിങ് 210 ഡിഗ്രി ഡ്വെല്ല് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ്. ഇത് എത്ര സെൻറ്റിമീറ്റർ വരയ്ക്കണം? 12 വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അതൊക്കെ സെയിം പഴയതുപോലെ തന്നെ 12 വരയ്ക്കുക. അപ്പം എന്താണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു വൈ ആക്സിസ്. ഓക്കെ, ഇനി ഈ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എത്രയാ? 360 ഡിഗ്രി. തീറ്റ എന്ന് പറയുന്നത് 360 ഡിഗ്രി. നമ്മളിത് എത്രയായിട്ടാണ് വരച്ചത്? 12 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് സ്കെയിൽ ഇവിടെ വേണേൽ എഴുതാമല്ലോ. എന്താ സ്കെയില്? സ്കെയില് എക്സ് ആക്സിസ്. സ്കെയിൽ എന്ന് പറയുന്നത് എന്താ? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു സെയിം സ്കെയിൽ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതേ സ്കെയിൽ ഞാൻ പറഞ്ഞു. അതെപ്പോഴും ആ ഒരു സ്കെയിൽ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. എന്താ? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി വൈ ആക്സിസ് സ്കെയിൽ എന്താ? വൈ ആക്സിസ് സ്കെയിൽ എപ്പോഴും 1:1 സ്കെയിലേ യൂസ് ചെയ്യാവുള്ളൂ. സ്കെയിൽ മാറ്റരുത്. 1:1 എന്ന് പറഞ്ഞാൽ എന്താ? തന്നിരിക്കുന്ന എത്ര? 40 മില്ലിമീറ്റർ. 40 മില്ലിമീറ്റർ തന്നെ ഈ ഹൈറ്റ് എടുക്കാവുള്ളൂ. ഈ ഹൈറ്റ് 40 മില്ലിമീറ്റർ തന്നെ എടുക്കാവുള്ളൂ. ഇതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. തന്നിരിക്കുന്നത് തന്നെ എടുക്കുക. സോ അതിനെ ഒരു റെക്റ്റാങ്കിൾ ആക്കുക. ഓക്കെ,
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഔട്ട് സ്ട്രോക്ക്, ഡ്വെല്ല്, റിട്ടേൺ സ്ട്രോക്ക്, ഡ്വെല്ല് എന്നിവ മാർക്ക് ചെയ്യാം. സോ ക്യാം 60 ഡിഗ്രി കറങ്ങുമ്പോൾ ഔട്ട് സ്ട്രോക്ക് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 60 ഡിഗ്രി നമ്മളുടെ എക്സ് ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുക. 60 ഡിഗ്രി റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര സെൻറ്റിമീറ്റർ എടുത്താണ് വരയ്ക്കേണ്ടത്? 1 സെൻറ്റിമീറ്റർ 30 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രി റെപ്രസെൻറ്റ് ചെയ്യാൻ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം? 2 സെൻറ്റിമീറ്റർ. സോ 2 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഞാൻ കുറച്ച് വലുതായിട്ടാണ്, എക്സാജറേറ്റ് ചെയ്താണ് വരയ്ക്കുന്നത്, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് 60 ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 30 ഡിഗ്രി ഡ്വെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 സെൻറ്റിമീറ്റർ എടുത്ത് ഡ്വെല്ല് വരയ്ക്കുക. ഞാനപ്പോൾ നമ്മൾ വരച്ചത് θ0, ഇത് θD. അടുത്ത് ഇനി വരയ്ക്കാൻ പോകുന്നു. അടുത്ത എന്താണ്? അടുത്ത 60 ഡിഗ്രിയും θ റിട്ടേൺ സ്ട്രോക്കാണ്, θR. പിന്നെ അടുത്ത എത്രയാണ്? 210 ഡിഗ്രി. 210 ഡിഗ്രി എന്താണ്? θ ഡ്വെല്ല്. ഞാൻ മുകളിൽ വരയ്ക്കാൻ കാരണം കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇവിടെ വേണമെങ്കിൽ ആരോ ഒക്കെ ഇടാം, അത് അടുത്ത ഫിഗറിൽ ഞാൻ ക്ലിയർ ആയിട്ട് വരച്ചിട്ടിട്ടുണ്ട്. ഈ ആരോ ഒക്കെ ഇവിടെ വൃത്തിയായിട്ട് ഇടാം, കുഴപ്പമൊന്നുമില്ല. അതെല്ലാം ഇട്ട് കഴിയുമ്പോൾ തന്നെ ഫിഗർ ആകെ മൊത്തം ഒരു എന്താ പറയുക, ക്ലീൻ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാത്തത്. സോ കോളത്തിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിൽ പുതുതായിട്ട് എന്താണുള്ളതെന്ന് മാത്രം പറഞ്ഞുതരാം. അതാണ് നിങ്ങൾക്കും എളുപ്പം പഠിക്കാനും മനസ്സിലാക്കാനും ചെയ്യാനും. ഇന്നലത്തെ പ്രോബ്ലത്തിൽ അതേ സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡ് ചെയ്യുക. ഈക്വൽ നമ്പർ ഓഫ് ഈവൻ പാർട്സ്, അതൊരിക്കലും മാറത്തില്ല. നേരത്തെ ഏത് പ്രോബ്ലം പോലെ തന്നെ ഈക്വൽ നമ്പർ ഓഫ് ഈവൻ പാർട്സ്. ഈവൻ നമ്പർ ഏതെങ്കിലും 2, 4, 6, 8 അത് ഏതെങ്കിലും ഒരു ഈക്വൽ നമ്പറായിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 6 എടുക്കുന്നു. 6 ഒരു ഒപ്റ്റിമം നമ്പർ. 2ഉം 4ഉം എടുത്തു കഴിഞ്ഞാൽ തീരെ കുറവായി പോകും. അപ്പോൾ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള കർവ് കിട്ടത്തില്ല. ഇനി 8ഉം 10ഉം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കൂടിപ്പോവും, കുറേ സമയം എടുക്കും. സോ ഞാൻ 6 എടുക്കുന്നു. ഇനി ഇതിനെ 6 ആയിട്ട് ഇത് ഓക്കെ. വീണ്ടും ഇതിനെയും ഔട്ട് സ്ട്രോക്കിനെയും റിട്ടേൺ സ്ട്രോക്കിനെയും സെയിം പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത. പേര് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പേര് കൊടുക്കാം. 0 ഞാനിപ്പോൾ കൊടുക്കുന്നത് 0, 1, 2, 3, 4, 5, 6, 5, 4, 3, 2, 1, 0 ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അതേ പേര് തന്നെ ക്യാം പ്രൊഫൈലിലും കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല. ഇത് യൂണിഫോം വെലോസിറ്റിയിൽ ഫോളോവർ മൂവ് ചെയ്യുന്ന കേസിന് മാത്രം ഇങ്ങനെ, അത് പ്രത്യേകം ഓർത്തോണം. യൂണിഫോം വെലോസിറ്റിയിൽ ഫോളോവർ മൂവ് ചെയ്യുന്ന കേസിൽ മാത്രമേ ഈ ലേസർ ഇരിക്കുന്ന ഈ പോയിന്റും നിങ്ങൾക്ക് കാണാമല്ലോ. ലേസർ ഇരിക്കുന്ന ഈ പോയിന്റ് 2 പോയിന്റും കാണാമല്ലോ. അതായത് നമ്മളുടെ ഇതെന്ന് പറയുന്നത് എന്താ? ഔട്ട് സ്ട്രോക്കാണ്. ഔട്ട് സ്ട്രോക്കിൽ നമ്മൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്താണ് ഈ കാണുന്നത്. സോ ഈ പോയിന്റും കൂടെ ഓക്കെ. ഈ പോയിന്റും ഇതെന്ന് പറയുന്നത് എന്താ? ഡ്വെൽ പീരീഡാണ്. സോ ഈ പോയിന്റും ജോയിൻ ചെയ്ത് ഒരു ലൈൻ ഉണ്ട്. ഈ പോയിന്റും ഇതെന്താ? റിട്ടേൺ സ്ട്രോക്കിന്റെ ആംഗിൾസാണ്. സോ ഈ പോയിന്റിനെ ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്തൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അത് ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വരയ്ക്കുന്നില്ല. സെറ്റ് ചെയ്ത പോയിന്റുകളില്ലേ, അതായത് ഇപ്പോൾ ഈ വെർട്ടിക്കൽ ലൈന് നമ്മളിപ്പം വരച്ച ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് 1ൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ 1', സിമിലർലി 2', 3'. ഇതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന രീതി തന്നെ. പേരിടുന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഒരേ ഒരു കാര്യം ഓർത്താൽ മാത്രം മതി. ഇവിടെ നിങ്ങൾ ഇടുന്ന പേരായിരിക്കണം തൊട്ടപ്പുറത്ത് ക്യാം പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ ഇടേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ABCD എന്നിടാം, A', B' എന്നിടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിലൊന്നും മാർക്കോ അങ്ങനെയൊന്നുമില്ല. അത് ഉണ്ടായിരുന്നാൽ മതി. എന്തെങ്കിലും ഒരു പേര് അവിടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. പേരുണ്ടാവണം. 4', 3', 2', 1'. ഇതാണ്
യൂണിഫോം വെലോസിറ്റിയിൽ ഫോളോവർ മൂവ് ചെയ്യുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഇത് മാത്രമാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കി എല്ലാം നിങ്ങൾ ഇന്നലെ വരച്ച രീതിയിൽ തന്നെ. ഇനി നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന സ്റ്റെപ്പുകളെല്ലാം ഇന്നലെ ചെയ്ത അതേ പ്രൊസീജിയർ. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എടുക്കണം, അത്രയേ ഉള്ളൂ. ഫോളോവറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നിനും വ്യത്യാസമില്ല. ഇനിയിപ്പോൾ ഞാനിതൊന്ന് വൃത്തിയാക്കി കാണിച്ചു തരാം. ഇങ്ങനെ വരും. ഇങ്ങനെയായിരിക്കും ഫോളോവർ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഇതാണ് ഔട്ട് സ്ട്രോക്ക് ആംഗിൾ, മുകളിൽ എഴുതിയിട്ടുണ്ട്. ഡ്വെൽ ആംഗിൾ, റിട്ടേൺ സ്ട്രോക്ക് ആംഗിൾ, എഗെയിൻ ഡ്വെൽ ആംഗിൾ, സ്ട്രോക്ക്, ഫോളോവറിൻ്റെ സ്ട്രോക്ക്. ഔട്ട് സ്ട്രോക്കിനെയും റിട്ടേൺ സ്ട്രോക്കിനെയും ഈക്വൽ നമ്പർ ഓഫ് ഈവൻ പാർട്സ് 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ കോണറും ജോയിൻ ചെയ്തു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച്. ഈ കോണറും ജോയിൻ ചെയ്തു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച്. ഇതും ജോയിൻ ചെയ്തു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച്. ഇതും ജോയിൻ ചെയ്തു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച്. ഇൻ്റർസെക്ഷനുകൾക്ക് പേര് കൊടുത്തു. ഇഷ്ടമുള്ള പേരിടുക. ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നുണ്ട് ABCDEFG. അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. എന്തെങ്കിലും ഒരു പേര് അവിടെ ഉണ്ടായിരിക്കണം. അതേ പേരായിരിക്കണം ക്യാം പ്രൊഫൈലിൽ ഇടുമ്പോഴും കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി സെയിം പ്രൊസീജിയറാണ് നമ്മളുടെ ക്യാം പ്രൊഫൈൽ ഡയഗ്രമാണ്. സെയിം പ്രൊസീജിയർ, ഇന്നലത്തെ അതേ പ്രൊസീജിയർ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാം. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇന്നലെ നമ്മൾ 1 മണിക്കൂർ എടുത്താണ് 2 പ്രോബ്ലം പറഞ്ഞത്. ഇതിപ്പോൾ അതുപോലെ സമയം എടുക്കത്തില്ല, പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടെ പറഞ്ഞുതരാം, കേട്ടിരുന്നോളുക. സംശയമുള്ളവർക്ക് കേട്ടിരിക്കാം. ആദ്യമേ ഏതാ വരയ്ക്കേണ്ടത്? ഈ ലേസറിൻ്റെ ഞാൻ കാണിക്കുന്ന ലേസർ പോയിന്റർ നോക്കുക. ആദ്യമേ ബേസ് സർക്കിൾ വരയ്ക്കുക. ബേസ് സർക്കിൾ വരച്ചിട്ട് ഒരു വെർട്ടിക്കൽ ആക്സിസ് വരയ്ക്കുക. കാരണം നമ്മൾ ആദ്യം വരയ്ക്കുന്നത് റേഡിയൽ ഫോളോവർ ആണ്. അതുകൊണ്ട് തന്നെ ആ വെർട്ടിക്കൽ ആക്സിസിൽ തന്നെ ഒരു നൈഫ് എഡ്ജ് ഫോളോവർ വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയമെൻഷൻ ഉപയോഗിച്ച് വരയ്ക്കാം. അതല്ല എങ്കിൽ കൃത്യം 40 മില്ലിമീറ്റർ എടുത്തും വരയ്ക്കാം. അതിനൊരു കുഴപ്പമില്ല, എങ്ങനെ ചെയ്താലും ശരിയാണ്. ഇനി ആ നൈഫ് എഡ്ജ് ഫോളോവറും ക്യാമിൻ്റെ സെൻറ്ററും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അവ തമ്മിൽ ഒരു ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. ഓൾറെഡി അവിടെ ആക്സിസ് ഉണ്ട്. ഇനി ആ ലൈനിൽ നിന്നാണ് നമ്മളുടെ ആംഗിളുകൾ ഏതൊക്കെ? ഔട്ട് സ്ട്രോക്കിൻ്റെ 60 ഡിഗ്രി എടുക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഡ്വെല്ലിൻ്റെ 30 ഡിഗ്രി എടുക്കുന്നു, അടുത്ത ലൈൻ വരയ്ക്കുന്നു. റിട്ടേൺ സ്ട്രോക്കിൻ്റെ 60 ഡിഗ്രി എടുക്കുന്നു, അടുത്ത ലൈൻ വരയ്ക്കുന്നു. ബാക്കി 210 ഡിഗ്രിയും ഡ്വെല്ലാണ്. ഇത്രയും ചെയ്ത ശേഷം ഔട്ട് സ്ട്രോക്കിൻ്റെയും റിട്ടേൺ സ്ട്രോക്കിൻ്റെയും ആംഗിളുകളെ ഔട്ട് സ്ട്രോക്കിൻ്റെയും റിട്ടേൺ സ്ട്രോക്കിൻ്റെയും ആ ആംഗിളിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ എത്രയായിട്ടാണോ ഡിവൈഡ് ചെയ്തത് അത്രയായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യും. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നമ്മൾ 6 ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. സോ ഇവിടെയും 6 ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ 60 ഡിഗ്രി എങ്ങനെയാണ് ഈക്വലി 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? 10 ഡിഗ്രി വെച്ച്. അതും ഇന്നലെ ചെയ്ത പോലെ തന്നെ. സോ 10 ഡിഗ്രി പ്രൊട്രാക്ടറിലെടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ നമ്മളുടെ സർക്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് പേര് കൊടുക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിലെ പേര് കൊടുക്കുക. അതുപോലെ 10, 20, 30, 40, 50, 60 ഡിഗ്രികളെടുത്ത് ലൈൻ വരച്ച് റേഡിയൽ ലൈൻ വരയ്ക്കണം. അതായത് സർക്കിൾ ക്യാമിൻ്റെ സെൻറ്ററിലേക്ക് പോകുന്ന രീതിയിൽ ലൈൻ വരച്ച് ആ ലൈനുകൾ സർക്കിളെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾക്ക് പേര് കൊടുക്കുക. ആ ലൈൻ അങ്ങ് വെളിയിലേക്ക് വരച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. സർക്കിൾ കൊണ്ട് നിർത്തണം എന്നൊന്നുമില്ല. സർക്കിളിൽ നിന്ന് വെളിയിലേക്ക് വരച്ചേക്കുക, ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് ആർക്കൊക്കെ കട്ട് ചെയ്യാനുള്ളതാണല്ലോ. അതുപോലെ തന്നെ ഈ ആംഗിളെയും ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നിന്നും കറസ്പോണ്ടിങ് ആ ഡിസ്റ്റൻസ്, ആ ഹൈറ്റ് മെഷർ ചെയ്ത് ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ പോയിന്റുകൾ കിട്ടും. ഈ പോയിന്റ് കിട്ടിയ ശേഷം ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക. ഈ സർക്കിളും കൂടെ അതിൻ്റെ ഒപ്പം വരയ്ക്കുക. ഇതാണ് നമ്മളുടെ ക്യാം പ്രൊഫൈൽ. ഇപ്പോൾ ഈ ലേസർ പോകുന്ന പാത്താണ് നമ്മളുടെ ക്യാം പ്രൊഫൈൽ. ഇത് വരച്ച ശേഷം പേരിടുക. ക്യാം പ്രൊഫൈൽ എന്ന് എഴുതുക, നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് എഴുതുക, ബേസ് സർക്കിളിൻ്റെ ഡയമെൻഷൻ എന്നിവ മാർക്ക് ചെയ്യുക, ആംഗിളുകളും എഴുതുക. ഇതാണ് റേഡിയൽ ഫോളോവർ വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പ്രോബ്ലത്തിൽ ഏക വ്യത്യാസം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് മാത്രമാണ്. മറ്റൊന്നിലും യാതൊരുവിധ വ്യത്യാസവും ഇല്ല. സെയിം ഇന്നലെ പഠിപ്പിച്ച അതേ ഡിക്റ്റോ പ്രോബ്ലം. ഓക്കെ, ആ വ്യത്യാസങ്ങൾ അറിഞ്ഞ് പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതും എളുപ്പവും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അവസാനമാകുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ ഒരു അവിയൽ പരുവായി പോകും. ഇനിയും വരുന്നുണ്ട്, പല കോമ്പിനേഷൻസ് വരുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ്
ഇനി നമ്മൾ അടുത്ത സബ്പാർട്ട്, രണ്ടാമത്തെ സബ്പാർട്ടിലേക്ക് പോവാണ്. എന്താണ് രണ്ടാമത്തെ സബ്പാർട്ട്? ഓഫ്സെറ്റ് ഫോളോ ഓവർ. അതായത് രണ്ടാമത്തെ സബ്പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഫോളോ ഓവർ 20 മില്ലിമീറ്റർ ഓഫ്സെറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ക്യാമിൻ്റെ പ്രൊഫൈൽ വരയ്ക്കുക. ഓക്കെ, സെയിം ഇന്നലത്തെ പോലെ തന്നെ പ്രോബ്ലം ഒന്ന് പറഞ്ഞു തരാമെങ്കിലും ആദ്യമേ ബേസ് സർക്കിൾ വരച്ചു. ബേസ് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഒരു ആക്സിസ് വരച്ചു. അതിവിടെ കാണിച്ചിട്ടില്ല, കാരണം അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം അത് വെച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇനി ആ ആക്സിസിൽ നിന്ന് 20 മില്ലിമീറ്റർ ഡിസ്റ്റൻസ് മാറി മറ്റൊരു ആക്സിസ് വരച്ചു. ഇതാണ് നമ്മളുടെ ഫോളോ ഓവറിൻ്റെ ഓഫ്സെറ്റ് ആക്സിസ്. അവിടെ ഒരു നൈഫ് എഡ്ജ് ഫോളോ ഓവർ വരച്ചു. ക്യാമിൻ്റെ സെൻറ്ററും ആ നൈഫ് എഡ്ജ് ഫോളോ ഓവർ ബേസ് സർക്കിളെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റും കൂടെ ചേർത്തൊരു ലൈൻ വരച്ചു. ഇനി ക്യാമിൻ്റെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആയ 20 മില്ലിമീറ്റർ റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു ഓഫ്സെറ്റ് സർക്കിൾ വരച്ചു. ഇനി ഈ ഒ എ എന്ന് പറയുന്ന ഈ ലൈനിൽ നിന്നും സെയിം പ്രൊസീജിയറാണ്, ഇന്നലെ പഠിപ്പിച്ച അതേ പ്രൊസീജിയറാണ്. ഒ എ എന്ന് പറയുന്ന ഈ ലൈനിൽ നിന്ന് വേണം നമ്മളുടെ ആംഗിളുകൾ ഏതാണത് 60 ഡിഗ്രി, 30 ഡിഗ്രി, വീണ്ടും 60 ഡിഗ്രി, 210 ഡിഗ്രി അടയാളപ്പെടുത്താൻ. 60 ഡിഗ്രിയെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ പോയിന്റുകൾ ബേസ് സർക്കിളിൻ്റെ സർക്കംഫറൻസുകളിൽ കണ്ടുപിടിച്ച ശേഷം ആ പോയിന്റുകളിൽ നിന്നും ഉള്ളിലുള്ള ഓഫ്സെറ്റ് സർക്കിളിന് ടാൻജൻറ്റ് വരച്ചു. ആ ടാൻജൻ്റാണ് ഈ കാണുന്നത്. സർക്കിളിൻ്റെ വെളിയിലേക്ക് പൊക്കോട്ടെ, യാതൊരുവിധ കുഴപ്പമില്ല, നമുക്ക് ആർക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ റിട്ടേൺ സ്ട്രോക്കിലുള്ള ആംഗിളിനെയും ചെയ്തു. വീണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൽ നിന്ന് ആ ഹൈറ്റ് മെഷർ ചെയ്യുന്നു, ആർക്ക് കട്ട് ചെയ്യുന്നു. ആർക്ക് കട്ട് ചെയ്ത് ബി സി ഡി എഫ് ജി എച്ച് ജെ കെ എൽ എം എൻ പി എന്നീ പറയുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു. ഇവയെല്ലാം കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുന്നു. ബേസ് സർക്കിളിൻ്റെ ഈ പോർഷനും ഹൈലൈറ്റ് ചെയ്യുന്നു. ക്യാം പ്രൊഫൈൽ, ഓഫ്സെറ്റ് സർക്കിൾ, ബേസ് സർക്കിൾ, ഡയമെൻഷൻസ്, നൈഫ് എഡ്ജ് ഫോളോ ഓവർ എന്നീ കാര്യങ്ങൾ ഫിഗറിൽ മാർക്ക് ചെയ്യുന്നു. ഇതിങ്ങനെ പറയാൻ കാരണം ഓൾറെഡി നമ്മൾ ഇന്നലെ ഇതേ കാര്യം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താണ്. നിങ്ങളിൽ ഒത്തിരി പേര് ഓൾറെഡി അത് വരച്ച് വെക്കുകയും ചെയ്തു. കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു ഇന്നലെ സബ്മിറ്റ് ചെയ്ത നോട്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. വലിയ വ്യത്യാസമൊന്നും, ഒരു വലിയ വ്യത്യാസമൊന്നുമല്ല, ഒരു വ്യത്യാസമില്ല. ആ പാടെ ഡയമെൻഷൻസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഏക വ്യത്യാസം ഈ പ്രോബ്ലത്തിലുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രമാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച പ്രോബ്ലംസ് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്നലെ നമ്മൾ പഠിച്ച പ്രോബ്ലം നൈഫ് എഡ്ജ് ഫോളോ ഓവർ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മൂവ് ചെയ്യുന്നു. അത് രണ്ട് രീതിയിൽ, ഒന്ന് റേഡിയൽ ഫോളോ ഓവറും ഓഫ്സെറ്റ് ഫോളോ ഓവറും. ഇന്ന് നമ്മൾ വരച്ചത് സെയിം നൈഫ് എഡ്ജ് ഫോളോ ഓവർ, പക്ഷേ മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിൽ. അത് റേഡിയലും ഉണ്ട് ഓഫ്സെറ്റും ഉണ്ട്. ഇവ തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഫോളോ ഓവറിൻ്റെ മൂവ്മെൻറ്റ്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഫോളോ ഓവർ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മൂവ് ചെയ്തു. സെക്കൻഡ് പ്രോബ്ലത്തിൽ നൈഫ് എഡ്ജ് ഫോളോ ഓവർ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തു. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. യൂണിഫോം വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനാണ് എളുപ്പം. സിമ്പിൾ ഹാർമോണിക് മോഷൻ കുറച്ച് പാടല്ലേ, സർക്കിൾ സെമി സർക്കിളൊക്കെ വരച്ച് ലൈനൊക്കെ ജോയിൻ ചെയ്ത് കുറച്ച് പാടാണ്. പക്ഷേ യൂണിഫോം വെലോസിറ്റിയുടെ എളുപ്പമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെയായിട്ട് പഠിപ്പിച്ച 4 പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. റേഡിയൽ ഫോളോ ഓവർ കഴിഞ്ഞ തവണ ചോദിച്ചത് ഓഫ്സെറ്റ് ഫോളോ ഓവറിൻ്റെ പ്രോബ്ലം ആയിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചത്. അതിന് മുമ്പ് ചോദിച്ചത് യൂണിഫോം വെലോസിറ്റി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അത് ഓഫ്സെറ്റ് ആണോ റേഡിയൽ ആണോ എന്ന് ഞാൻ വിട്ടുപോയി. ഡയമെൻഷൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷേ എന്നാലും പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഇതുവരെ പഠിച്ചത്. വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് തന്നെ മുമ്പോട്ട് പോയില്ല എങ്കിൽ ഇനിയും ഒത്തിരി പ്രോബ്ലംസ് പഠിക്കാനുണ്ട്. ഇനി ഇഷ്ടം പോലെ മിനിമം ഇതിൻ്റെ ഒരു 12 പ്രോബ്ലംസോ നിങ്ങളിനി പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 12 പ്രോബ്ലംസും കൂടെ പഠിച്ചു വരുമ്പോഴത്തേനും ആകെ മൊത്തം കൺഫ്യൂഷൻ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ പ്രോബ്ലവും എവിടെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി തീർന്നൊന്നുമില്ല. ഇതുകൊണ്ട് ക്ലാസ്സൊന്നും ഞാൻ തീർക്കത്തില്ല. അടുത്ത പ്രോബ്ലം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുള്ള് തീർക്കത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അത്രയും നിങ്ങൾ നാളെ വരച്ച് വെച്ചാൽ ബാക്കി നമുക്ക് എളുപ്പമാണ്. അറിയാവുന്ന കാര്യം ഒന്ന് വരച്ച് വെക്കുക. സോ ഇത് അടുത്ത പ്രോബ്ലമാണ്. ഇത് വേറൊരു ടൈപ്പാണ്. സോ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ക്യാം വിത്ത് എ മിനിമം റേഡിയസ് ഓഫ് 25 മില്ലിമീറ്റർ. സോ അതെന്തിനു തന്നിരിക്കുന്നതാ? ബേസ് സർക്കിൾ വരയ്ക്കാനുള്ള റേഡിയസ്.
rotating clockwise at a uniform speed is to be designed to give a roller follower. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. ഈ പ്രോബ്ലത്തിൽ ഇതേ ഉള്ളൂ പ്രത്യേകത. റോളർ ഫോളോവർ വരയ്ക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത റോളർ ഫോളോവർ ആണ് എന്നുള്ളതാണ്. മോഷനൊക്കെ സെയിം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മോഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വരയ്ക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം എങ്ങനെ വരയ്ക്കണമെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പ്രോബ്ലത്തിൽ പഠിച്ചു. പ്രോബ്ലത്തിൽ ഏക വ്യത്യാസം എന്ന് പറയുന്നത് റോളർ ഫോളോവർ ആണ് എന്നുള്ളതാണ്. ആ വ്യത്യാസം വരുമ്പോൾ എങ്ങനെയാണ് ക്യാം പ്രൊഫൈൽ വരയ്ക്കേണ്ടത് എന്നൊക്കെ ഞാൻ നാളെ പറഞ്ഞു തന്നോളാം. അതിന് മുമ്പ് ഇത് ഞാനിവിടെ പറയാൻ കാരണം ഈ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മൂവ് ചെയ്യുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം അതും കൂടെ നിങ്ങൾ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാളെ അത്രയും സമയം ലാഭിക്കാം. ആ പ്രോബ്ലം കുറച്ചും കൂടെ കൂടുതൽ, അത് കുറച്ച് സമയം കൂടുതലെടുക്കും. റോളർ ഫോളോവറിൻ്റെ പ്രോബ്ലം കുറച്ച് സമയം കൂടുതലെടുക്കുന്ന കാരണം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ പഠിച്ച ഈ 4 പ്രോബ്ലങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം എടുത്ത് തന്നെ പറയണം. അപ്പോൾ അന്നേരം സമയം ലാഭിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫിഗർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അന്നേരം എനിക്ക് 1 മണിക്കൂർ കിട്ടും. സോ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു റോളർ ഫോളോവർ മൂവ് ചെയ്യുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രമാണ്. ഫോളോവർ ഏതാണെങ്കിലും പ്രശ്നമില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം അത് ഫോളോവറിൻ്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നൈഫ് എഡ്ജ് ഫോളോവർ ആയിക്കൊള്ളട്ടെ, റോളർ ഫോളോവർ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഫോളോവർ ആണെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോളോവറിൻ്റെ മൂവ്മെൻറ്റിനെയാണ്, ഏത് ടൈപ്പ് ഓഫ് ഫോളോവർ ആണ് എന്നുള്ളതല്ല. അപ്പോൾ ഏത് ടൈപ്പ് മോഷനിലാണോ ഫോളോവർ മൂവ് ചെയ്യുന്നതെന്ന് നോക്കുക, അതിനനുസരിച്ചുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം വരയ്ക്കുക. സോ ഇവിടെ ഫോളോവറിൻ്റെ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഔട്ട് സ്ട്രോക്ക് 120 ഡിഗ്രി, ഡ്വെല്ല് 30 ഡിഗ്രി, റിട്ടേൺ സ്ട്രോക്ക് 60 ഡിഗ്രി, ഡ്വെല്ല് 150 ഡിഗ്രി. സോ സ്ട്രോക്ക് എന്ന് പറയുന്നത് 50 മില്ലിമീറ്റർ. എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു, അതൊരു റെക്റ്റാങ്കിൾ ആക്കി 25 മില്ലിമീറ്റർ റേഡിയസ് ആക്കിക്കൊണ്ടൊരു സെമി സർക്കിൾ വരച്ചു. അതിൻ്റെ സൈഡിൽ ഔട്ട് സ്ട്രോക്കിനെയും റിട്ടേൺ സ്ട്രോക്കിനെയും ഈക്വൽ നമ്പർ ഓഫ് ഈവൻ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെയും നോക്കുക, എടുത്തിരിക്കുന്നത് 6 പാർട്സ് ആയിട്ടാണ്. ഇതിനെയും 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഇതിനെയും 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ വീണ്ടും പറയുന്നു, ഈക്വൽ നമ്പർ ഓഫ് ഈവൻ പാർട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്തെ ഒരു ഡിവിഷൻ അപ്പുറത്തതിൻ്റെ ഒരു ഡിവിഷനുമായിട്ട് ഈക്വൽ ആവണം എന്നില്ല. ആ ലേസർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. ഇതിനെയും 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെയും 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഡിവിഷൻസ് സെയിം ആയിരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ഇത് ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്, ഇത് വലിയൊരു ഡിസ്റ്റൻസ് ആണ്. ഇതിനെ ഈക്വലി 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡിവിഷനേക്കാൾ ചെറുതായിരിക്കും ഈ ഒരു ഡിസ്റ്റൻസിനെ ഈക്വലി 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സ്വാഭാവികമാണ്. അങ്ങനെ പലർക്കും കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് ഞാനത് മുൻകൂട്ടി പറഞ്ഞത്. നമുക്ക് വേണ്ടത് ഈക്വൽ നമ്പർ ഓഫ് ഈവൻ പാർട്സ് ആണ്. ഈക്വൽ നമ്പർ ആണ്, അല്ലാതെ ഈക്വൽ പാർട്സ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഈക്വൽ നമ്പർ ഓഫ് ഈവൻ പാർട്സ് ആണ്. ഈക്വൽ നമ്പർ ആയിരിക്കണം. അതായത് ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 ആയിരിക്കണം. പിന്നെ അതൊരു ഈവൻ നമ്പർ ആയിരിക്കണം. അതുകൊണ്ടാണ് 6 സെലക്ട് ചെയ്തത്. സോ സെയിം പ്രൊസീജിയർ. ഡിവൈഡ് ചെയ്യുന്നു, വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുന്നു, സെമി സർക്കിൾ വരയ്ക്കുന്നു, അതിനെയും 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കുന്നു, പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു, ഈ സ്മൂത്ത് കർവ് വരയ്ക്കുന്നു. ഇത്രയും നിങ്ങൾ നാളത്തേക്ക് വരച്ചു വെക്കണം. ഇതിപ്പം അത്യാവശ്യം വരയ്ക്കാനുണ്ട് എനിക്കറിയാം, പക്ഷേ വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. പക്ഷേ ഇത് നിങ്ങൾ വരച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. ഇത് വരച്ച് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നാളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതല്ലെങ്കിൽ ഇന്ന് പഠിപ്പിച്ചതിൻ്റെ പാതി മനസ്സിലായാൽ നാളെ ആവുമ്പോഴത്തേനും ഒരു മിനിറ്റ് ഓക്കെ